കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഫറോക്ക് നിന്ന് വിനോദയാത്രയ്ക്ക് വന്നവരിൽ 2 വയസ്സുകാരൻ ഐദീൻ ഹൗസ് ബോട്ടിൽ നിന്ന് വീണു മരിച്ചിരുന്നു. യാത്രാമധ്യേ കുട്ടിയെ പെട്ടെന്ന് കാണാതാകുകയായിരുന്നു. യാത്ര അവസാനിപ്പിച്ച് പോലീസിൽ പരാതി നൽകി. ശേഷം തൊട്ടടുത്ത ദിവസം കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഹൗസ് ബോട്ടിലെ സുരക്ഷയും ബോട്ട് ജീവനക്കാരുടെ അശ്രദ്ധയുമാണ് ഈ സംഭവത്തിന് കാരണമെന്ന് മരിച്ച ഐദിന്റെ ബന്ധുക്കൾ പറയുന്നു. തികച്ചും ഒരു സുരക്ഷയില്ലാത്ത രൂപത്തിലാണ് ആ ഡോർ അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്നാൽ നേരെ കുട്ടി പോകുന്നത് വെള്ളത്തിലേക്കാണ്. ഫാമിലി ആയിട്ട് കയറുന്ന സ്ഥിതിക്ക് ഇങ്ങനൊരു ഡോറിൻ്റെ കാര്യം നമ്മുടെ മുന്നേ അറിയിക്കുകയോ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ഒന്നും ഈ ബോട്ടിൻ്റെ ജീവനക്കാർ ചെയ്തിട്ടില്ല. യാത്രക്കാരുമായി ഒഴുകി നടക്കുന്ന ഹൗസ് ബോട്ടിലെ സുരക്ഷ സംബന്ധിച്ച് ആരോപണം നിത്യസംഭവമാവുകയാണ്. ഇത്തരത്തിലെ പ്രശ്നങ്ങൾ നിരവധി സംഭവിക്കുമ്പോഴും കേവലം സുരക്ഷാ ഉപകരണങ്ങൾ ബോട്ടിൽ പ്രദർശിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിന്റെ ഉപയോഗക്രമവും ആവശ്യകതയും വിശദീകരിക്കുകയോ കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച ബോധവൽക്കരണമോ ഇല്ല. മാത്രവുമല്ല, പല ബോട്ടുകളും സുരക്ഷ ഉറപ്പാക്കുന്ന ഫിറ്റ്നസ് നേടാത്തവയുമാണ്. ബോട്ടിലെ ചില ജനാലകൾ പോലും അശ്രദ്ധയുണ്ടായാൽ അപകടം ക്ഷണിച്ചു വരുത്തും. വെള്ളത്തിലോടുന്നവയ്ക്ക് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചില അറ്റകുറ്റപ്പണികൾ മാത്രം സ്വീകരിച്ച് സഞ്ചരിക്കുകയാണ്. ഇതാണ് ഇത്തരം അപകടങ്ങൾ നടക്കുന്നത്. ഇതിനെതിരായ കർശന സുരക്ഷാ മാർഗങ്ങൾ ബോട്ടുടമകൾ പിന്തുടരുന്നു എന്ന കാര്യം ഉറപ്പുവരുത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. യു ഷൈജു, മീഡിയ 1, ആലപ്പുഴ.